കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം അടിപൊളി സ്കൂളുകളായിട്ട് മാറി. പിന്നെ സമീപ ദിവസമാണ് മുഖ്യമന്ത്രി 242 കോടിയുടെ RCCയുടെ ഒരു പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, 14 നിലകളുള്ള ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതെല്ലാം ഈ പീരീഡ് വന്നതാണ്. ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങൾ. നമുക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. 10 വർഷത്തെ എൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയാണിത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മെട്രോയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീമാണത് മെട്രോ. ആ മെട്രോ യാഥാർത്ഥ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാജ്യസഭാ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന സുരേഷ് ഗോപി, അദ്ദേഹം അന്ന് 2-3 ഹൈമാസ് ലാമ്പെങ്കിലും ഇവിടെ ചില അമ്പലങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. നമസ്കാരം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെ കഴക്കൂട്ടം മണ്ഡലത്തിലും തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. ഇവിടുത്തെ സിറ്റിംഗ് MLA ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. പ്രചരണ രംഗത്ത് വളരെ സജീവമായി അദ്ദേഹം ഉണ്ട്. എന്തായാലും ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് MLAയും അതുകൂടാതെ കഴക്കൂട്ടത്തെ CPMൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ആണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പ്രചരണം ആരംഭിച്ചത്. അതിപ്പോൾ ഏതാണ്ടൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഞാനിവിടെ പൂർണ്ണമായിട്ടും ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിലുണ്ട്. എല്ലാ വീടുകളുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രചരണത്തിൻ്റെ സമയക്കുറവ് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അതെനിക്കൊരു പക്ഷേ ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ കനത്ത ചൂടത്തെ കഴിയുന്നത്ര നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് വോട്ടെടുപ്പിലേക്ക് പോകാൻ സാധിക്കുമല്ലോ. അതെനിക്ക് മാത്രമല്ല, നമ്മുടെ പ്രവർത്തകന്മാർക്കും എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകന്മാർക്കെല്ലാം ആശ്വാസം ഉണ്ടാകുന്നൊരു കാര്യമാണ്. വീണ്ടും MLA ആകുമെന്നുള്ള പ്രതീക്ഷയാണോ? എങ്ങനെയാണ് വിജയപ്രതീക്ഷ? എങ്ങനെയാണ്? എനിക്ക് നല്ല വിജയപ്രതീക്ഷയുള്ളത്. നിങ്ങൾ ഈ മണ്ഡലത്തിൽ ചുറ്റി സഞ്ചരിച്ച് നിഷ്പക്ഷമതികളെന്ന് കരുതുന്നതായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ തന്നെ അവർ പറയും. കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം അടിപൊളി സ്കൂളുകളായിട്ട് മാറി. മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളിലും AC ക്ലാസ് മുറികളാണ്, സ്മാർട്ട് ക്ലാസ് മുറികളെന്ന് പറയുന്നത്. അതെല്ലാം പ്രത്യേക പ്രോജക്റ്റിലൂടെയൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ആശുപത്രിയും വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക്. മെഡിക്കൽ കോളേജ് എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ ആദ്യമായിട്ടാണ് ഒരു സമഗ്ര വികസന പദ്ധതി കൊണ്ടുവന്നത്, 717 കോടിയുടെ. അതിങ്ങനെ നടന്നു വരികയാണ്. പിന്നെ സമീപ ദിവസമാണ് മുഖ്യമന്ത്രി 242 കോടിയുടെ RCCയുടെ ഒരു പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, 14 നിലകളുള്ള ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതെല്ലാം ഈ പീരീഡ് വന്നതാണ്. ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ആ ബ്ലോക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെറും കെട്ടിടമല്ല ഓപ്പൺ ചെയ്തത്, ആ എക്യുപ്മെൻറ്റ്സിന് കൂടിയുള്ള വലിയൊരു പ്രോജക്റ്റായിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആകെ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് 16-ൽ എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അതിന് മുമ്പ് ഉള്ള ആളുകൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. 10-70 വർഷം പഴക്കമുള്ള ഒരു പൈപ്പ് ലൈനാണ് നമ്മുടെ ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വാട്ടർ ടാങ്കിലേക്ക് പോകുന്നത്. അതിങ്ങനെ ഏതാണ്ട് പിണ്ണാക്കിൻ്റെ പരുവത്തിലായിപ്പോയി. പ്രഷർ കൊടുത്ത് അപ്പം പൊട്ടും. അതാണ് ഒരു 3-4 സ്ഥലം കൃത്യമായിട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് 16-ൽ ഞാൻ MLA വന്നപ്പോഴാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കി തുടങ്ങി. 81 കോടിയുടെ പ്രോജക്റ്റ്. അപ്പോഴാണ് 2020 ആയപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പോഴേക്കും നിന്നു. മറ്റേ ഈ കാസ്റ്റ് അയൺ പൈപ്പ് നിർമ്മിക്കുന്ന നിർമ്മാണ കമ്പനികളത് നിർത്തിവെച്ചു. പിന്നെ 1.5 വർഷക്കാലം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അതിന് വില അങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ കോൺട്രാക്ടർ അതാവശ്യപ്പെട്ടു. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അത് കൊടുക്കുകയില്ല. 16 കോടിയാണ് അധികം ആവശ്യപ്പെട്ടത്. അതൊക്കെ വലിയ അഴിമതി ആക്ഷേപം വരുമെന്ന് പേടിച്ചിട്ടോ മറ്റോ ആയിരിക്കും ഏതായാലും അവർ കൊടുക്കാത്തത്. ഈ കോൺട്രാക്ടിങ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിക്ക് ബോധ്യമായി, എന്നിട്ട് പോലും കൊടുക്കാൻ പറഞ്ഞില്ല. ആക്ച്വലി വില വർദ്ധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അയാൾക്കത് കൊടുത്തിരുന്നുവെങ്കിൽ അപ്പോഴത്തന്നെ അത് നടന്നു പോയേനെ.
ഇപ്പം പിന്നെ വളരെ നാളുകൾ കഴിഞ്ഞ് അയാളുടെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ പുറത്താക്കി വീണ്ടും പിന്നെ ടെൻഡർ വിളിച്ചു. എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ഒരാൾ 37% മൂന്നാം പ്രാവശ്യം എടുത്തു. അത് ഗവൺമെൻറ് ഒട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ DSR മാറി. DSR മാറ്റേണ്ടി വന്നു. ഇതിനെല്ലാം സമയമെടുത്തു. DSR മാറ്റി വീണ്ടും നമ്മൾ ടെൻഡർ വിളിച്ചപ്പോൾ 27% എക്സസിൽ കാര്യങ്ങൾ പോകുന്നൊരു സ്ഥിതി വന്നു. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇനി ടെസ്റ്റിംഗ് നടത്തിയാൽ മതി. ശ്രീകാര്യം മുതൽ ആ മെയിൻ റോഡ് മധ്യഭാഗം ഒന്ന് പൊളിച്ച് അതിൻ്റെ അടിയിലൂടെയാണ് ഈ ടണൽ പോകുന്നത്. അതിപ്പോൾ നമ്മുടെ മൺവിളയിലെ വാട്ടർ ടാങ്കിൻ്റെ അടുക്കൽ വരെ എത്തിയിട്ടുണ്ട്, ഈ സംഗീത നഗർ വഴി. ഇനിയിപ്പോൾ ടെസ്റ്റിംഗ് നടത്തിയാൽ മതി. ഒരാഴ്ചക്കകത്തോ 2 ആഴ്ചക്കകത്തോ ടെസ്റ്റിംഗ് നടത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് നടത്തിയാൽ ആ റീടാറിങ് നടത്താനായിട്ട് പറ്റും. ഏതായാലും മാക്സിമം ഒരു 2 മാസക്കാലം നമുക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. 10 വർഷത്തെ എൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയാണിത്. ഇലക്ഷൻ എടുത്തപ്പോൾ ഈ കുടിവെള്ളം കഴിഞ്ഞ 10 വർഷമായിട്ടും 15 വർഷമായിട്ട് ഇങ്ങനെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് കുറച്ച് വിഷമം തന്നെയാണ്. വെള്ളം യഥേഷ്ടം കിട്ടാതെ വന്നാൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അതാർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് BJP ഉപയോഗിക്കുന്നുണ്ട്. കോൺഗ്രസും അതിൻ്റെ കൂടെ ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ ജനങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 വർഷമായിട്ട് എൻ്റെ കഠിന പരിശ്രമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2 മാസത്തിനകത്ത് തന്നെ യഥേഷ്ടം എന്നുവെച്ചാൽ 24 മണിക്കൂർ 7 ദിവസവും കുടിവെള്ളം കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും MLA ആയി കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് ഇനി ചെയ്തു തീർക്കാനുള്ള എന്തൊക്കെ പ്രവൃത്തികളുണ്ട്, പദ്ധതികളുണ്ട്, രൂപരേഖ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മെട്രോയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീമാണത് മെട്രോ. ആ മെട്രോ യാഥാർത്ഥ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ശ്രീകാര്യത്തെ ഫ്ലൈ ഓവറിൽ മെട്രോ കൂടെ കടന്നു പോകത്തുള്ള തരത്തിലാണ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിരിക്കും തിരുവനന്തപുരം നഗരത്തിലൊരു MLA എന്നുള്ള നിലയിൽ ഞാൻ ഒരു മുൻതൂക്കം കൊടുക്കുക. അത് പ്രധാനപ്പെട്ട എല്ലാം കറങ്ങി തിരുവനന്തപുരം നഗരത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു മെട്രോ എന്നുള്ള നിലയിൽ ഇപ്പോൾ അതിന് അനുമതി സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്. അനുമതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മെട്രോയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് ഒന്ന്. 2 ടെക്നോ പാർക്കിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 75,000 പുതിയ യുവാക്കൾ ടെക്നോ പാർക്കിൽ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയും ടെക്നോ പാർക്കിൻ്റെ വികസനം നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഏറ്റവും നന്നായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്ന നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതെല്ലാം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കഴക്കൂട്ടത്തെ ഇപ്രാവശ്യം മത്സരം കഠിനമാണോ ത്രികോണമാണോ? ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാവുന്നതുപോലെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഞാനൊരു സ്റ്റേറ്റ് മന്ത്രിയായിരുന്നു. അപ്പോൾ എന്നേക്കാളൊക്കെ വലിയ മന്ത്രിയായിരുന്നു. പക്ഷേ കഴക്കൂട്ടത്തെ നോട്ടം വെച്ച് നടന്ന അദ്ദേഹം കഴക്കൂട്ടത്തിന് വേണ്ടി 5 വർഷക്കാലത്ത് തൻ്റെ മന്ത്രി പദമുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. ഇപ്പോൾ രാജ്യസഭാ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന സുരേഷ് ഗോപി, അദ്ദേഹം അന്ന് 2-3 ഹൈമാസ് ലാമ്പെങ്കിലും ഇവിടെ ചില അമ്പലങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. അങ്ങനെ ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. അത് ജനങ്ങൾക്ക് പൊതുവെ നന്നായിട്ടറിയാം. നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞു തന്നെയാണ് ഒട്ടിയൊഴിക്കുന്നത്. ഇപ്പോൾ പൗടിക്കോണം, നമ്മൾ നിൽക്കുന്നത് പൗടിക്കോണം ഭാഗത്തുള്ള ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണത്തേക്കും പൗടിക്കോണത്തു നിന്ന് ശ്രീകാര്യത്തേക്കുമുള്ള ഏതാണ്ട് 300 കോടി ഉറുപ്പിക ചെലവ് വരുന്നതായിട്ടുള്ള റോഡിൻ്റെ വികസന പദ്ധതികളിൽ ഭൂമി ഏറ്റെടുക്കൽ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി റോഡിൻ്റെ നിർമ്മാണം അതൊരു വലിയ ഒരു പ്രോജക്റ്റായിരിക്കും നമ്മെ സംബന്ധിച്ച്. പിന്നെ കുളങ്ങൾ നവീകരിച്ചിട്ടുണ്ട്, സ്കൂളുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നാനാ മേഖലകളിലും വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു സാധ്യതയെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൊതുവെ അറിയാവുന്നൊരു കാര്യമാണ്. വിവാദങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? വിവാദങ്ങളിപ്പോൾ ശബരിമല വിവാദം ബോധപൂർവം, പിന്നെ എൻ്റെ പേര് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത് ഒരു ആക്ച്വൽ ഇഷ്യൂ ആണ്. അത് വളരെ സത്യസന്ധമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംവിധാനമാണല്ലോ ഹൈക്കോടതി. അതിനപ്പുറം ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കേന്ദ്രമില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിശ്ചയത്തിലുമാണ് അന്വേഷണം നടക്കുന്നത്.
ഇപ്പോൾ SIT എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചത് തന്നെ ഹൈക്കോടതിയാണ്. SIT ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നത് ഹൈക്കോടതിക്കാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് പോലും അല്ല, ആഭ്യന്തരമന്ത്രിക്കല്ല. അതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ കുറ്റവാളികൾ പിടികൂടുമ്പോൾ നമ്മൾ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല, ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെല്ലാം തന്നെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് നിയമവാഴ്ചയിൽ വിശ്വാസമുണ്ട്. ഈ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് സഹായകരമായിരിക്കും. അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ആ വിഷയത്തിൽ അക്കാലത്ത് മന്ത്രിയായിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എന്നെക്കൂടെ അതിനകത്ത് ഒരു പ്രതിയാക്കാൻ, അല്ലെങ്കിൽ എന്നെക്കൂടെ എൻ്റെ പേര് കൂടെ വലിച്ചടയ്ക്കാൻ ഒരു 4-5 മാസക്കാലമായിട്ട് കോൺഗ്രസും BJPയും മത്സരിച്ച് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ആളുകൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിലൊന്നും അങ്ങനെയുള്ള വിവാദങ്ങൾ അവരിനിയിപ്പോൾ അവസാനം ഒരു നോട്ടീസ് ഇറക്കും, പിന്നെ എന്തൊക്കെയാണോ ചില സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നാട്ടുകാരോടത് പറയുന്നുണ്ട്. ഓക്കെ, മണ്ഡലത്തിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്? എനിക്ക് കൃത്യമായിട്ടൊരു നമ്പർ ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 23,000 വോട്ടുണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിലധികം ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. എല്ലാവിധ ആശംസകളും, വിജയാശംസകളും. എന്തായാലും വിവാദ വിഷയങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല, തൻ്റെ മണ്ഡലത്തിൽ ചർച്ചയാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രചരണമാണ് മുന്നോട്ട് പോകുന്നത് എന്നും അത് വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് ശ്രീ കടകംപള്ളി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.